അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഥകളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കഥ ഇടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മോനെ ഉവൈസേ, ഈ ഓളെയും കൊച്ചിനെയും കൂട്ടി വീട്ടിലേക്ക് വാ മോനെ. കണ്ണീരൊപ്പി ഉമ്മ പറയുമ്പോൾ മൊബൈൽ സ്ക്രീനിൽ നിന്ന് കണ്ണൊന്ന് വെട്ടിച്ചു മാറ്റി ഉവൈസ്. രണ്ട് മക്കളും ഒന്നിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ മോനെ? നീ ഒന്നുകൂടി ചിന്തിച്ച് നോക്ക്. വയസ്സാം കാലത്ത് രണ്ട് മക്കളും രണ്ട് ദിശയിലായി പോയാൽ ഞാനിത് ചെയ്യാനാ? കൈസിനെ നീ കൂടി വേണമെന്നൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ട് സംസാരിച്ചാലേ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മക്കൾ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ആ ഉമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഗർഭിണിയായി എൻ്റെ പെണ്ണിനെക്കുറിച്ച് മരുമോള് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല ഞാൻ. അത് കേട്ട് ഒരക്ഷരം മിണ്ടാതെ നിന്ന എൻ്റെ അനിയനോട് ക്ഷമിക്കാൻ ഈ നിമിഷം വരെ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉവൈസ പടി ചവിട്ടാത്തതും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഉമ്മ. ഞാനത്ര പുണ്യാളനൊന്നുമല്ല. അവൻ ദേഷ്യത്തിൽ ഉമ്മാനോട് പുലമ്പി. മറുപുറം വീണ്ടും പൊഴിയുന്ന കണ്ണുനീരും വേദനയുടെ കഥയും ഒക്കെ കേട്ട് തീർത്തിട്ട് മാത്രമാണ് അവൻ ഫോൺ വെച്ചതും. അങ്ങനെ ഒരു സമാധാനം ഉമ്മാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. നെറ്റി കഴിഞ്ഞുകൊണ്ട് അവൻ തലയ്ക്ക് കൈ താങ്ങി. അവൻ്റെ ഇരിപ്പ് കണ്ടിട്ടാണ് സുഹൈല അവനടുത്തേക്ക് വരുന്നത്. ഇന്നും ഉമ്മാനോട് വഴക്ക് കൂടിയോ ഉവൈസ്ക? ആദ്യം ഞാൻ അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കുന്നതാണോ സുഹൈല? നീ എന്തേ പറയുന്നത്? തലയുയർത്തി അവളെ ഒന്ന് രൂക്ഷമായി ഒന്ന് നോക്കി. അവനിൽ അവശേഷിച്ച ദേഷ്യം ആരോടെങ്കിലും തീർക്കണമെന്ന് തോന്നിപ്പോയി അവന്. നമുക്കൊന്ന് പോയി കണ്ടൂടെ ഉമ്മാനെ ഉവൈസ്ക? മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട. ഉമ്മയും ഉപ്പയല്ലേ, നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഉവൈസ്ക. നീ ഒന്നും മിണ്ടാതെ പോ സുഹൈല. അവർക്ക് ഇങ്ങോട്ട് വന്ന് കൂടാതെ ഒന്നുമില്ലല്ലോ. അവരെന്താ വരാത്തത്? ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് പോവാലോ. അത് പറഞ്ഞാൽ 100 ഒഴിവ് കഴിവുകൾ ഉമ്മാക്ക് പറയണ്ടാവും. ഇളയ മോൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ആരും പറയണ്ടല്ലോ. എന്താ ഇവിടെ ഉള്ളത്? അവരെ മോൻ്റെ കുഞ്ഞനല്ലേ. ഒരു മുട്ടായിക്ക് പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പറഞ്ഞാൽ പിന്നെ തീരില്ലൊന്നും. ഇപ്പോൾ വരണൊക്കെ മരുമോളെ കയ്യിലാണല്ലോ. അവൾ അനുവാദം ഇല്ലാതെ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നത്? പഠിക്കട്ടെ, ഉമ്മ ഇപ്പം നല്ലോണം പഠിക്കട്ടെ. ദേഷ്യത്തിൽ ഉവൈസ് പറഞ്ഞു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഉമ്മാനോട് ദേഷ്യം പിടിക്കണ്ടായിരുന്നു ഉവൈസ്ക്ക. ഇനി ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ? ഇപ്പോൾ തന്നെ നല്ലോണം മോശപ്പെട്ടിട്ടുണ്ട് ഉമ്മ. ഷുഗർ കൂടിയിട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്കിങ്ങനെ തോന്നുന്നില്ല. എന്തൊക്കെയോ മറച്ചു വെക്കും പോലെ ഇപ്പോൾ കുറച്ചായിട്ട്. ഈ ദേഷ്യക്കൊന്ന് തണുക്കുമ്പോൾ നിങ്ങളൊന്നുകൂടി ആലോചിച്ച് നോക്കൂ ഉവൈസ്ക്ക. കണ്ണുള്ളപ്പോൾ വില അറിയില്ല. അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് പോയിരുന്ന് കരയുന്നതിൽ നല്ലത് അവർക്ക് നമ്മളെ ആവശ്യമുള്ള സമയം അവർക്കൊപ്പം ചേർന്നിരിക്കലല്ലേ. ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും ഉവൈസ്ക്കാൻ്റെ തലയിൽ കയറ്റില്ലെന്ന് എനിക്കറിയാം. ദാ ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാല് മാറുമ്പോൾ എടുത്ത് കേട്ടിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഇച്ചിരി കൂടി ജോലി ബാക്കിയുണ്ട്. അതും പറഞ്ഞ് സുഹൈല അവിടെ നിന്ന് എഴുന്നേറ്റു. മോൾ ഉറക്കാണോ? സ്കൂളിൽ പോകുന്ന ദിവസം അല്ലെങ്കിലും അവൾക്ക് ഉണരാൻ അറിയില്ലല്ലോ. ഇനി ലീവുള്ള ദിവസമാണെങ്കിൽ കോഴി എഴുന്നേൽക്കും മുമ്പേ അവൾ എഴുന്നേറ്റ് എല്ലാവരെയും കൂവി ഉണർത്തും. നീ എൻ്റെ മോളെ കുറ്റം പറയുകയാണ് സുഹൈല. നീ പോയി നിൻ്റെ ജോലി നോക്കിക്കേ, ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ. എഴുന്നേറ്റ് ചെന്നപ്പോൾ വീണ്ടും കമിഴ്ന്ന് കിടപ്പുന്നുണ്ട്. ഒരു വിരൽ വായിലും വെച്ച് കിടക്കുകയാണ്. പാലുകുടി നിർത്തിയപ്പോൾ തുടങ്ങിയ ശീലമാണ്. എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അവളുടെ ഉറക്കം കണ്ട് കൊതി പൂണ്ട് അവനും അവളുടെ അരികെ കയറി കിടന്നു. ഉപ്പയെ കണ്ടതും അവൻ്റെ നെഞ്ചിലേക്ക് കയറി അവളും കിടന്നു. എൻ്റെ മോളൂസേ, കള്ള ഉറക്കാണല്ലേ? ഉമ്മയോട് പറയല്ലേ, ഞാനിന്ന് സ്കൂളിൽ പോവില്ല. അവൻ്റെ 2 കവിളിലും മാറി മാറി ഉമ്മ കൊടുത്ത് വീണ്ടും നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. ഇന്നത്തേക്ക് ഞാൻ ഉമ്മിനോട് പറയില്ല. നാളെ മുതലേ എൻ്റെ മോളെ ഗുഡ് ഗേളായിട്ട് വേണം കേട്ടോ സ്കൂളിൽ പോവാൻ. അതിന് ഒരു ഉമ്മ കൂടി കൊടുത്തു അവൾ ഉപ്പയുടെ കവിളിൽ. നൂറിൻ എന്ന് പറയുന്നത് കൈസിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണ്. മാഷിത്തയുടെ ഹസ്ബൻഡിൻ്റെ ആദ്യ ഭാര്യ. കണ്ണു തുടച്ച് തിരിഞ്ഞതും പിറകിൽ നിൽക്കുന്ന നൂറിനെ കണ്ട് ഉമ്മ ഒന്ന് പരിങ്ങി. പിന്നെ അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അടുക്കളയിലേക്ക് നടന്നു. ഉമ്മ ഒന്നവിടെ നിന്നേ. അവളുടെ ശബ്ദം കേട്ട് അവളുടെ കാല് നിശ്ചലമായി. ഈ കരച്ചിലും കണ്ണീർ കഥയൊക്കെ ആരെ കേൾപ്പിക്കാനാണ് നിങ്ങളിങ്ങനെ നിത്യവും പറയുന്നത്? കൈസിനെ കേൾപ്പിക്കുകയാണെങ്കിലേ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇറങ്ങിപ്പോയതുപോലെ വേണമെങ്കിൽ വന്ന് കയറിക്കോളും. കേട്ടല്ലോ? നിങ്ങളിങ്ങനെ വിളിച്ചു പറയണ്ട.
പിന്നെ എൻ്റെ റൂമിന് മുന്നിലുള്ള ഈ ഡ്രാമയും കരച്ചിലൊന്നും ഇനി വേണ്ട കൈസിൻ്റെ മുമ്പിലും. ഇതെൻ്റെ അവസാന താക്കീതാ. ഇനി നിങ്ങളെ ഈ കണ്ണീർ പരമ്പര എൻ്റെ കണ്ണിൽ കണ്ടാലേ പിന്നെ നിങ്ങളെ മോനെ നിങ്ങൾ കാണില്ല. അത് ഈ നൂറിൻ്റെ വാക്കാ. അവൾ അടിമുടി ദേഷ്യത്താൽ വിറച്ചു. അവൾക്ക് മറുപടി കൊടുക്കാതെ ഉമ്മ തലയും താഴ്ത്തി നടന്നു തുടങ്ങിയതും റൂമിൽ നിന്ന് മോളുടെ കരച്ചിൽ കേട്ടു തുടങ്ങി. തിരിഞ്ഞു നടന്നവർ വീണ്ടും അവളെയും റൂമിലേക്കും മാറി മാറി നോക്കി. മോളെ മോളെ കുഞ്ഞു കരയുന്നു. മോളുടെ കരച്ചിൽ കേട്ടിട്ടും അനങ്ങാതെ നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, ഞാൻ എടുത്തോട്ടെ മോളെ. ഇനിയും കരഞ്ഞാൽ പിന്നെ ശ്വാസം പിടിച്ചു വെക്കും കുഞ്ഞ്. അതിനെ കരയിപ്പിക്കല്ലേ മോളെ. കുഞ്ഞിനെ എടുക്കാൻ റൂമിലേക്ക് കയറാൻ തുടങ്ങിയവരെ അവൾ തടഞ്ഞു. നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഞാൻ എടുത്തു തരാം നിങ്ങളെ മോൻ്റെ സന്താനത്തിനെ. തൊട്ടിലിൽ കിടന്ന കുഞ്ഞിനെ എടുത്തപ്പോഴേക്കും അവളുടെ ഡയപ്പർ പൊട്ടി ഡ്രസ്സ് നനഞ്ഞു തുടങ്ങിയിരുന്നു. എന്ത് സ്മെല്ലായത്. ശരീരത്തിലേക്ക് അടുപ്പിക്കാതെ അവൾ കുഞ്ഞിനെ വെറുപ്പോടെ പിടിച്ചു. കൈസ അപ്പോഴും ഉറക്കമാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും അവൾ കേട്ട് കാണില്ല. രാത്രി ഒരു പോള കണ്ണുകൾ അവൻ അടച്ചു കാണില്ല. റൂമിന് വെളിയിൽ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് അവൾ കൈ അറപ്പോടെ നോക്കി. അവൾ അല്ലെങ്കിൽ പ്രസവിച്ചു എന്നല്ലാതെ അവൾ ആ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ഇല്ലായിരുന്നല്ലോ. എല്ലാം ഉമ്മ തന്നെയായിരുന്നു. ഒരു കുഞ്ഞു എന്നുള്ളതും അവളുടെ താല്പര്യമല്ലായിരുന്നു. അതിനെ ഇല്ലാതാക്കാൻ പഠിച്ച പണി പലതും ശ്രമിച്ചിട്ടും നടന്നില്ല. അന്നേ പറഞ്ഞതാണ് അവളെ കുഞ്ഞിനെ നോക്കില്ലാന്ന്, പ്രസവിച്ച് കയ്യിൽ തരാമെന്ന്. ബാക്കി ഒന്നിനും അവളെ നിർബന്ധിക്കരുതെന്ന്. അവൾ ആ കുഞ്ഞിനെ കൊല്ലണ്ട എന്ന് കരുതി അതിനൊക്കെയും സമ്മതം പറഞ്ഞു. ആ കുഞ്ഞിനെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അവൾക്ക് വാക്കെന്നേ ഉള്ളെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ മനസ്സിലായി. 6 മാസം വരെ അവൾക്ക് തോന്നും പോലെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു കാര്യത്തിലും അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ കുഞ്ഞിനെ നോക്കിയതും വളർത്തിയതുമൊക്കെ ഉമ്മയാണ്. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. കുഞ്ഞിനെയും എടുത്ത് ഉമ്മ പുറത്തേക്ക് നടന്നു. ഡ്രസ്സും മാറ്റി ഡയപ്പറും മാറ്റി ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചെടുത്തു. 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആളിച്ചിരി ചെറുതാണ്. നേരത്തിനും കാലത്തിനും കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുന്ന നേരത്ത് തന്നെ കുറേ ചോക്ലേറ്റുകൾ നൂറിൻ കുഞ്ഞിന് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അല്പം കഴിച്ചാൽ പിന്നെ വേറൊന്നും കഴിക്കാതെ വാശി പിടിക്കും അവൾ. കുഞ്ഞിന് ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്താൽ അവളൊന്നും കഴിക്കില്ലെന്ന് എത്ര പറഞ്ഞാലും അനുസരിക്കില്ല നൂറിൻ. അത് അവളുടെ ഇഷ്ടമാണെന്ന് പറയും. രാവിലത്തെ ദോശയും ഒരു മുട്ടയും ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് ഒരു ഗ്ലാസ് പാലും ആറ്റിയെടുത്ത് ഹാളിലെ സെറ്റിയിൽ അവളെ ഇരുത്തി TV ഓൺ ചെയ്തു. അതിലെ പൂച്ചയും എലിയും ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചു നേരം അത് നോക്കി ഇരുന്നോളും അവൾ. അതിനിടയിൽ ഇച്ചിരി കൊടുക്കുന്ന ഭക്ഷണം മടിയൊന്നും കാട്ടാതെ തിന്നുകയും ചെയ്തു. അവസാനത്തെ ദോശയുടെ കഷ്ണവും അവളുടെ വായിൽ വെച്ച് കൊടുത്ത് പാലും കുടിപ്പിക്കുമ്പോൾ ഒരുങ്ങി തയ്യാറായി ഒരു ട്രോളി ബാഗുമായി വന്ന് നിന്നിരുന്നു നൂറി. പിന്നെ ഞങ്ങൾക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്, 3-4 ദിവസം കഴിഞ്ഞേ വരൂ. അതുവരെ അറിയാലോ, മോളെ നോക്കണം. പിന്നെ ഇതൊരു 10,000 രൂപയുണ്ട്. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കണം. അവർക്ക് നീട്ടിയ പണം വാങ്ങാതെ അവർ മടിച്ചു നിന്നു. കഴിഞ്ഞ തവണ തന്നത് അതേപടി എൻ്റെ കയ്യിലുണ്ട് മോളെ. ഇത് വേണ്ട. അത് നിങ്ങൾക്കുള്ള സാലറി ആണെന്ന് കൂട്ടിയാൽ മതി. ഇത് പിടിക്കേ. അവരുടെ കൈ പിടിച്ചുകൊണ്ട് അതിലേക്ക് ക്യാഷ് വെച്ച് കൊടുത്തു. ഇതിൻ്റെ കണക്കൊന്നും എന്നെ ബോധിപ്പിക്കണമെന്ന് കരുതി ചിലവാക്കാതെ ഇരിക്കണ്ട. അവൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്ത് കൊടുത്തിരിക്കണം. മോൾക്ക് വീണ്ടും എന്തൊക്കെയോ ചോക്ലേറ്റ് പാക്കുകൾ ഇട്ടുകൊടുത്ത് അവൾ വേഗത്തിൽ നടന്നു. ഇനി കുറച്ചു നേരം മോൾ അത് നോക്കിയിരിക്കുമെന്നും ഉപ്പാൻ്റെ കൂടെ വരാൻ വാശി പിടിക്കില്ലെന്നും അവൾക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും തങ്ങൾക്ക് 2 പേർക്കുമുള്ള സ്പേസിൽ അവൾ ഇടയ്ക്ക് വരുന്നത് നൂറിന് നല്ല ദേഷ്യമാണ്. മോളുണ്ടെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യില്ല എന്ന തുടരെയുള്ള പരാതിയുടെ പരിഭവം തീർക്കാൻ കൂടി തന്നെയാണ് ഈ യാത്രയും. തങ്ങൾ മാത്രമായി ആരും അറിയാതെ ഇങ്ങനെ പ്രണയിച്ച് കൈകോർത്ത് നടക്കണം. അതാണ് അവളുടെ ആഗ്രഹം. അത് ഓർക്കുമ്പോഴേ അവൾക്ക് കുളിരി കോരി. 10 മിനിറ്റിൽ അവൾക്ക് പിന്നെ കൈസും ഇറങ്ങിയിരുന്നു. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന മോനെ നോക്കി ഉമ്മ നെടുവീർപ്പിട്ടു. കുഞ്ഞ് തൻ്റെ ഒപ്പമാണെങ്കിൽ അതിനെ ഒന്ന് നോക്കുക പോലുമില്ല കൈസ്. ഇനി അവളെ പേടിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിലും ആ പെണ്ണിൻ്റെയും 3 മക്കളുടെയും കണ്ണീരിൽ നിന്ന് ഇതിലും അപ്പുറം വരാനിരിപ്പുണ്ട്. മാഷിയുടെയും മറിയത്തിൻ്റെയും മുഖം തെളിഞ്ഞ് വന്നെങ്കിലും ബാക്കി 2 മക്കളുടെ മുഖം ഓർമ്മയുടെ ഓരത്ത് പോലും വരുന്നില്ലായിരുന്നു ആ ഉമ്മാക്ക്. ഇനി 2-3 ദിവസങ്ങൾ മനസ്സമാധാനം കാണുമെന്ന സന്തോഷത്തിൽ അവരുടെ ദുഃഖങ്ങൾ മെല്ലെ നീങ്ങി മാറി. അവർ കുഞ്ഞിനെ എടുത്ത് പതിവ് ജോലികളിലേക്ക് കടന്നു. ഹലോ സാർ, ഗോഡൗണിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാൻ സമയം കിട്ടുമോ? ഞാനൊരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്, പറ്റുമെങ്കിൽ മതി. ഗോഡൗണിൽ സ്റ്റോക്ക് വരുമ്പോൾ അതൊക്കെ പോയി നോക്ക്
കൂടെ നിൽക്കാറുണ്ട് ജുനൈസ്. മാഹിൻക്ക് വരാൻ പറ്റാത്ത സമയങ്ങളിൽ ഇങ്ങനെ ചില സഹായങ്ങൾ ചോദിക്കാറുണ്ട് ജുനൈസിനോട്. അവൻ അതൊക്കെയും ചെയ്യാറുണ്ട്. മാഷിയുടെ മെസ്സേജ് കണ്ടയുടനെ തന്നെ ക്ലാസ്സിലായിരുന്നതോടുകൂടി തിരികെ വിളിച്ചിരുന്നു ജുനൈസ്. എന്തോ ജാബി പറഞ്ഞിടം തൊട്ട് മനസ്സിൻ്റെ ആട്ടം കുറച്ച് കൂടിയിട്ടുണ്ടെന്ന പോലെ. അവൻ്റെ കോൾ സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു മാഷി. മീറ്റിങ്ങിലാണ് സാർ. ഉടനെ തന്നെ ടൈപ്പ് ചെയ്തു അവൾ. ഇടയ്ക്ക് ചിലപ്പോൾ അവളുടെ ഇമോഷൻസ് ഇമോജി രൂപത്തിൽ അറിയാതെ വന്ന് പോകുന്നതാണ്. ശരിക്കും ആ സമയം ദേഷ്യമാണ് അവൾക്ക്. അവൾക്കെന്താ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന് ഒന്ന് സ്റ്റോക്ക് നോക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ അതാണ് അവൻ്റെ പ്രശ്നം. സാർ ബെല്ലടിച്ചു. മുന്നിലിരിക്കുന്ന കുട്ടികൾ ബഹളം വെച്ചു. ആ ശരി എന്ന് പറഞ്ഞ് അവൻ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി നടന്നു. സാർ ദേ ബുക്കൊന്നും എടുത്തിട്ടില്ല. ക്ലാസ് ലീഡർ അതൊക്കെ എടുത്ത് അവന് പിറകെ ഓടിച്ചെന്ന് പറഞ്ഞു. താങ്ക്സ്. അതും പറഞ്ഞ് അവൻ ഓഫീസ് റൂമിൽ നിന്ന് ഒരു ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്തു. എന്താ സാർ ഇറങ്ങുവാണോ? അവൻ ബാഗും എടുത്ത് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദില മിസ് അരികിൽ വന്നു. ആ വീട്ടിലൊരു അത്യാവശ്യം, ഹാഫ് ലീവാക്കി. അവൻ ചിരിച്ചു. എന്താ മോൾക്ക് പനി വല്ലതാണോ? ഏയ് അല്ല, ഇത് വേറൊരു വിഷയമാ. അപ്പോൾ ശരി, നാളെ കാണാം. അവരോട് ബൈ പറഞ്ഞിറങ്ങുമ്പോൾ ആദില മിസ് അവനെ നോക്കി കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. ജുനൈസ് കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടാണ് ആദിലയ്ക്ക് അവനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയത്. അവനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ വരും. ഒരു ചിരിയാണെങ്കിൽ പോലും മനസ്സിനൊരു തണുപ്പ് നിറയും. അതും ചിന്തിച്ച് തിരിഞ്ഞു നടന്നതും നേരെ ചെന്ന് മുട്ടിയത് നിഹാൽ സാറിൻ്റെ നെഞ്ചത്തേക്കും. അവൻ്റെ കയ്യിലെ പേപ്പറുകളൊക്കെ കൂടി താഴേക്ക് വീണിരുന്നു. ഇന്നത്തെ എക്സാം പേപ്പറാണെന്ന് തോന്നുന്നുണ്ട്. ഓരോന്നും ഓരോ വഴിക്ക് പറന്നു വീഴുന്നത് കണ്ടതും വിറഞ്ഞു കയറിയിരുന്നു നിഹാലിന്. തനിക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ലല്ലോടോ. ഒരാൾ നടന്നു വരുമ്പോൾ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറാമെന്നോ? മര്യാദയ്ക്ക് ഈ പേപ്പർ മുഴുവനും ഇവിടുന്ന് എടുത്തു തന്നെ റോൾ നമ്പർ നോക്കി അടുക്കി വെച്ച് എൻ്റെ ബെഞ്ചിൽ വെച്ചേക്കണം. ഇടിച്ചു കയറിയ ദേഷ്യം കുറച്ചു നടക്കി തന്നെയാണ് അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒറ്റ വീക്ക് വെച്ചു കൊടുത്തേനെ അവൻ. വെളിയും വെള്ളിയാഴ്ചയും ഇല്ലാത്തതിനെ പിടിച്ച് ടീച്ചറാക്കിയിരിക്കുന്നു. കാർക്കശ്യം നിറഞ്ഞൊരു അധ്യാപകനെ പോലെ അവളെ ഒന്നുകൂടി നോക്കി അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഒരാഴ്ചക്ക് മുമ്പ് കൊടുത്ത എക്സാം ഡേറ്റ് ആയിരുന്നു അത്. പഠിക്കാൻ അത്രയും സമയം കൊടുത്തിട്ടും പകുതിയിൽ കൂടുതൽ പേരും അതിനൊരു വിലയും കൊടുത്തില്ലെന്ന് അവരുടെ എഴുത്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ അവരോട് ചോദിച്ച് എല്ലായിടത്തിനും കണക്കിന് കൊടുത്തിട്ടുള്ള വരവായിരുന്നു. അതിൻ്റെ ദേഷ്യം നെഞ്ചത്തോട്ട് കയറിയവൾക്കും കൊടുത്തു തീർത്തു അവൻ. നിഹാൽ സാറിനെ കണ്ടതും തട്ടിയ പേപ്പറുകൾ താഴെ വീണതും ഓർമ്മയുണ്ട് ആദിലേക്ക്. പിന്നെ അവൻ്റെ ഓർഡറും. നിമിഷങ്ങൾ കൊണ്ട് എന്താണ് നടന്നതെന്ന് സ്വയം ചിന്തിച്ച് താഴെ കിടക്കുന്ന എല്ലാ പേപ്പേഴ്സും അവളെടുത്ത് പൊടി തട്ടി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. നിഹാലിൻ്റെ മുമ്പിലേക്ക് പേപ്പറും വെച്ച് അവൻ്റെ സോറി കൂടി പറഞ്ഞെങ്കിലും ഒന്ന് മുഖം പോലും ഉയർത്താതെ മുന്നിലെ ബുക്കിൽ തന്നെ നോക്കിയിരുന്നു അവൻ. ഇത് കണ്ടിച്ചിരി വിഷമം വന്നു പോയി അവൾക്ക്. വൈഫുമായി പിണങ്ങി വന്നതല്ലേ? അവനോട് അല്പം സ്വകാര്യമായി ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇത്ര രൂക്ഷമായി പെരുമാറേണ്ട കാര്യമുണ്ടോ ഇയാൾക്ക്? അല്ലെങ്കിലും ഒരു മുരട്ട സ്വഭാവമാ സാറിന്. മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തനും. കണ്ണു നേരത്തെ അവനെ നോക്കിയതും അല്പം പന്തിയല്ല എന്ന് തോന്നി അവൾക്ക്. പിന്നെ ഒന്നും നോക്കാതെ തിരിഞ്ഞോടുക തന്നെ ചെയ്തു. ഒരു നിമിഷം അവൻ സാറും അവൾ സ്റ്റുഡൻറ്റുമാണെന്ന് കരുതിപ്പോയി. ഓടി നേരെ ടീച്ചർമാരുടെ സ്റ്റാഫ് റൂമിൽ എത്തുമ്പോഴേക്കും അവൾ കിതച്ചു പോയിരുന്നു. എൻ്റെ സാലറി ഒന്ന് കൂട്ടണം. ഒലോടൊക്കെ ഇറക്കി അതെല്ലാം ചെക്ക് ചെയ്ത് മാഷിക്ക് ഒരു മെസ്സേജ് ഇട്ടതാണ് ജുനൈ. അവൾ ആ മെസ്സേജ് കണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. അതോടെ അവന് ഇരിക്കപ്പുറതി ഇല്ലാതായി. എൻ്റെ ജോലിയും കളഞ്ഞ് ഹാഫ് ഡേ ലീവാക്കിയ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അവൻ വീണ്ടും ടൈപ്പ് ചെയ്തയച്ചു. അപ്പോഴേക്കും അവൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അത് കണ്ടതും വീണ്ടും അവന് ദേഷ്യം പിടിച്ചു. ചോദിച്ച ഉടനെ ഇവളെന്തിനാ ക്യാഷ് അയച്ചത്? ഇനി എന്ത് പറഞ്ഞു മിണ്ടും എന്നറിയാതെ അല്പം കൂടി ഇരുന്ന് ഒരു താങ്ക്സ് അയച്ചു. നീലട്ടിക്ക് വീണിട്ടും അവളിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. അതോടെ ഫോണും ഓഫാക്കി അവൻ വീട്ടിലേക്ക് പോയി. മാഷിയുടെ വീടിന് മുമ്പിൽ ഒന്ന് സ്ലോ ചെയ്തെന്ന് നിർത്തി. അവളവിടെ ഇല്ലെങ്കിലും എന്തോ അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കാനൊരിഷ്ടമാണ്. നിമിഷങ്ങളിൽ ആ നോട്ടത്തിനിടയ്ക്ക് ആ വീടിൻ്റെ ഡോർ തുറന്ന് മാഷി പുറത്തേക്കിറങ്ങി. ഒട്ടും നിനക്കാതെ അവളവിടെ ഇപ്പോൾ കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ജുനൈസ് അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഡോർ ലോക്ക് ചെയ്ത് അവൾ നേരെ നോക്കിയത് നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്കാണ്. ജുനൈസ് തലതിരിച്ച് ഇങ്ങോട്ട് തന്നെ നോക്കിയിരുന്നത് കണ്ടതും അവളൊന്ന് പതറിപ്പോയി. വീട്ടിലിരുന്നിട്ടാണ് അവന് മെസ്സേജ് അയച്ചത്. ഇനി അതിനെപ്പറ്റി ചോദിക്കാൻ നേരിട്ട് വന്നതാണോ എന്നോർത്ത് അവൾ വിയർത്തു. സത്യം പറഞ്ഞാൽ ഇന്നൊരു മീറ്റിംഗ് ഇല്ലായിരുന്നു. പീരിയഡ്സിൻ്റെ വയറുവേദനയുമൊക്കെയായി പുറത്തേക്കിറങ്ങാൻ തന്നെ മടിച്ചിരുന്ന ദിവസമാണ്.
ജുനൈസ് സ്കൂളിലാണെന്നൊക്കെ അറിയാമെങ്കിലും ആ സമയം അവനോടൊന്ന് പോയി ലോഡ് നോക്കാൻ പറയാനാണ് തോന്നിയത്. ഇടയ്ക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യലൊക്കെ ഉണ്ട്. അഥവാ പറ്റില്ല എന്ന് പറഞ്ഞാൽ താൻ തന്നെ പോകാമെന്ന് തന്നെയാണ് കരുതിയത്. ഒരു എതിർപ്പും പറയാതെ ലീവ് എടുത്ത് ഓക്കെ പറഞ്ഞവനെ ഉള്ളാൽ നന്ദി പറഞ്ഞ് കട്ടിലേക്ക് കിടന്നതാണവൾ. എന്നിട്ട് അല്പം മുമ്പ് എഴുന്നേറ്റ് ഫ്രഷായി ഫുഡും കഴിച്ച് ഷോപ്പിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരടി മാറാതെ അവളുടെ നോട്ടം അവൻ്റെ നേർക്കെത്തിയതും അവൻ കാർ ഓഫാക്കി ഇറങ്ങിയിരുന്നു. അല്ല, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? അവൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ തല കുലിച്ചു കഴിഞ്ഞു. തൻ്റെ മീറ്റിംഗ് കഴിഞ്ഞോ എന്ന്. ഇപ്രാവശ്യം അവൻ്റെ സ്വരം അല്പം ഉയർന്നിരുന്നു. ഡോറ് ലോക്കാക്കിയില്ലെങ്കിൽ അകത്തേക്കെങ്കിലും മൂടി രക്ഷപ്പെടാമായിരുന്നു എന്നവൾ ചിന്തിച്ചു. ഇപ്പോൾ അവന് ഓർമ്മ വന്നത് മീറ്റിങ്ങിലാണ് സാർ എന്നയച്ച മെസ്സേജാണ്. വയറും പൊതിഞ്ഞ് കിടക്കുന്നവൾക്ക് ദേഷ്യം അല്പം കൂടിയപ്പോൾ സംഭവിച്ചു പോയതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു മറുപടിയും പറയാതെ കാറിൻ്റെ കീയും നോക്കി നിൽപ്പാണ്. ഇനിയും ആ തിരുവ തുറക്കില്ല എന്നറിയുന്നത് കൊണ്ട് അവൻ പോകാൻ തന്നെ ഉദ്ദേശിച്ചു. ഇനി എനിക്ക് രാത്രി ഫുഡൊന്നും ഉണ്ടാക്കി വെക്കണ്ട, മക്കൾ വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് എന്നും പറഞ്ഞ് അവൻ പോയി. അവൻ്റെ ടോൺ മാറിയതും അവൾ വേഗം ഫോണെടുത്തു. രാത്രി എവിടത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ വേണം, എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. അത്രയും അയച്ച് സെൻഡ് ചെയ്തതും നീലട്ടിക്ക് വീണിരുന്നു. അതോടെ അവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ വീടിന് നേരെ നോക്കി. ഗാർഡനിൽ നിന്ന് നോക്കിയാൽ ഇപ്പോഴും അവളെ കാണാം. അപ്പോഴും തലയും താത്തി അതേ നിൽപ്പിൽ തന്നെ ഉണ്ടായിരുന്നു മാഷി. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവൾക്ക് വയ്യെങ്കിൽ അവൾ ആദ്യം തന്നെ ഓർത്തല്ലോ എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. 3 നേരവും അവനുള്ള ആഹാരം കൂടി അവൾ തന്നെയാണ് വെച്ചുണ്ടാക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ അവനും ഒരു ലഞ്ച് ബോക്സ് ഒരുക്കി മക്കളെടുത്ത് കൊടുത്തു വിടും. രാത്രിയിലും അതെ. ചിലപ്പോൾ മക്കളെ കൂട്ടി പുറത്ത് പോയി കഴിച്ചിട്ട് തനിക്ക് വേണ്ടി പാർസൽ വാങ്ങി വരും. ഇതൊക്കെ എന്നു മുതലാണ് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ്. ജുനൈസിൻ്റെ ഉപ്പയുടെ മരണശേഷം. ദാ ഇത് നിൻ്റെ ഉമ്മച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക്. കയ്യിലെ ഭക്ഷണപ്പൊതി മോളുടെ കയ്യിൽ കൊടുത്ത് ജുനൈസ് വീട്ടിൽ കയറാതെ തന്നെ നടന്നു. ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മോൻ പിറകെ ഓടിച്ചെന്നവനെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അതോടെ അവനെ എടുത്ത് തോളിൽ കയറ്റി അവൻ നടന്നു. ഇന്നെന്താ കയറാതെ ഒന്ന് പോകുന്നത്? ബാക്കി 3 പേരും അവൻ്റെ പിറകിൽ ഓടിച്ചെന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ടെന്തിനാ? ഇവൾ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവളുടെ ഉമ്മച്ചിയുടെ കൂടെ പോവും. പിന്നെ കുറച്ച് ഫുഡ് നിങ്ങളെടുത്ത് തരും. അതും വാങ്ങി ഇവനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണം. എന്നും ഇതന്നെയല്ലേ? ഇനി കുറച്ച് മാറ്റം വേണമെന്ന് തോന്നി. എൻ്റെ ഫുഡൊക്കെ ഇനി ഞാൻ തന്നെ വെച്ചുണ്ടാക്കി കഴിച്ചോക്കാം ട്ടോ. നിൻ്റെ ഉമ്മച്ചിയോട് പറഞ്ഞേക്കേ. ഇനി പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാ നിലയിലും അവൻ കുറച്ച് തീരുമാനങ്ങളെടുത്ത് കഴിഞ്ഞിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവൾക്ക് അവനോട് ഇഷ്ടമുണ്ട് എന്നറിയാൻ വേണ്ടി തന്നെ. ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാകില്ല എന്ന പോലെ. ജുമിക്ക് അവളില്ലാതെ ഒട്ടും പറ്റില്ല. 3 സഹോദരങ്ങളിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ ഇനി ഒട്ടുമേ പറ്റില്ല താനും. തനിക്കും ഈ വലയത്തിൽ നിന്ന് അകലാൻ പറ്റാത്ത വിധം ഇവർ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം മോൾക്ക് വന്ന മാറ്റങ്ങൾ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നത് ഇപ്പോഴും കണ്ണിലുണ്ട്. കുറച്ചു നേരം തന്നോടൊപ്പം വാശി ഇരിക്കുമെങ്കിലും അവൾക്ക് വേഗം വാശി പിടിക്കും. കൈ പറഞ്ഞ് ചൂണ്ടി മാഷിത്തയുടെ വീട്ടിൽ പോകാൻ ആംഗ്യം കാണിക്കും. ഇത്രയും ദിവസം അവർ ഇവളെയും കൊണ്ട് ബുദ്ധിമുട്ടിയത് ഓർക്കുമ്പോൾ ഇനിയും അവളെ അങ്ങോട്ട് വിടാൻ ജുനൈസിനും മനസ്സിനൊരു വിഷമം തോന്നിയിരുന്നു. അവളുടെ കരച്ചിലും വാശിയുമൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു അവൻ. ഒന്നും കഴിക്കാതെ അവനോട് അടുക്കാതെ കരഞ്ഞ് ചുടന്നു കിടക്കുന്നവളെ കാണെ അവനും സങ്കടം നിറഞ്ഞു. ഈ സമയം മാഷിയും വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. അവൾക്കറിയാം മോൾക്ക് വിശക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം. ആ സമയങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അവൾക്കും വല്ലാതെ ആദി പിടിച്ചു തുടങ്ങി. എങ്ങനെ മോളെ വാങ്ങിക്കൊണ്ടുവരുമെന്നറിയാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് മോളുടെ കരച്ചിൽ കേട്ടു തുടങ്ങിയിരുന്നു. അതുകൂടി കേട്ടതും പിന്നൊന്നും നോക്കാതെ അവൾ വേഗം പുറത്തേക്കിറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. കോളിംഗ് ബെൽ അടിച്ചതും ഉമ്മയാണ് ഡോറ് വന്ന് തുറന്നത്. ആദ്യം എന്ത് പറയണമെന്ന് ഒന്ന് പകച്ചെങ്കിലും മോളെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അവൾ. അവളുടെ ആ ചോദ്യത്തിൽ അവർക്കും ആശ്വാസമാണ് തോന്നിയത് എന്ന് അവരുടെ ആ മുഖത്തെ ചെറുചിരിയിൽ നിന്ന് മനസ്സിലായി. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കരച്ചിലും വാശിയാണ് കുഞ്ഞിനെ. കൂടാതെ അവന് എന്ത് കൊടുത്തിട്ടും കഴിക്കുന്നില്ല എന്നൊരു പരാതിയും പറഞ്ഞുകൊണ്ട് അവർ മുകളിലത്തെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മാഷി സിറ്റൗട്ടിൽ തന്നെ നിന്നു. ജുനൈസേ, അപ്പുറത്തെ കുട്ടി വന്ന് നിൽപ്പുണ്ട്. മോളെ കരച്ചിൽ കേട്ടിട്ടാണെന്ന് പറഞ്ഞു. അവളെ അങ്ങ് കൊടുത്തേക്കാൻ, അവളെ നോക്കാമെന്ന് പറയുന്നു. നീ മോളെ എങ്ങത്താ? അതിൻ്റെ കരച്ചിൽ എത്രയെന്ന് വെച്ചാൽ കേട്ടിരിക്കുന്നത്? അത് വേണ്ടമ്മ. മോളെ എടുക്കാൻ കൈ നീട്ടിയതും അവൻ തടഞ്ഞു.
ദിവസം അവരെ 4 കുട്ടികളെയും കൊണ്ട് പെടാപ്പാട് പെട്ടിട്ടുണ്ടാവും. അതിനു വേണ്ടി കുറച്ച് പൈസ അവർക്ക് കൊടുത്തിട്ട് പോലും അവർ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. എന്നാലും വാടക വേണ്ടെന്ന് പറഞ്ഞിട്ടും 6 മാസത്തേക്കുള്ള വാടക അഡ്വാൻസായി അക്കൗണ്ടിൽ ഇട്ട് തരികയും ചെയ്തു. എനിക്ക് ഇനിയും അവരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല ഉമ്മ. അവരോട് പോകാൻ പറഞ്ഞേക്കെ. ഇവളുടെ വാശിയൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ മാറും. ഉമ്മ പൊയ്ക്കോ. അവൻ്റെ കയ്യിൽ പോലും ചെല്ലാതെ കട്ടിലിൽ ചുരുണ്ടി കിടക്കുന്നവളെ അവൻ വേദനയോടെ നോക്കി. അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിരുന്നെങ്കിലെന്ന് അവനും തോന്നിപ്പോയി. എന്നാലും ഇനി മാഷിത്തയുടെ അടുക്കളയിലേക്ക് അവളെ വിടണ്ട എന്നും അവൻ തീരുമാനിച്ചു. ഉമ്മ കുറച്ചു നേരം ഇവിടെ നിൽക്കോ. അവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പെട്ടെന്ന് ചോദിച്ചത്. എന്താ മോനെ? ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരുന്നത് വരെ ഇവളൊന്ന് നോക്കോ. ആ, നീ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഉമ്മ കട്ടിലേക്കിരുന്നു. അവൻ ബാത്റൂമിൽ കയറിയതും അവർ വേഗം മോളെ എടുത്തു. പിന്നെ മെല്ലെ അവിടെ നിന്നിറങ്ങി വേഗത്തിൽ നടന്നു. ജുനൈസ് ഇറങ്ങും മുമ്പ് തന്നെ അവർ കുഞ്ഞിനെ മാഷിയെ ഏൽപ്പിച്ചിരുന്നു. ഇനിയും ഒന്നും ഇതിൻ്റെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലേ ഇതിന് വല്ല അസുഖവും പിടിക്കും. അവൻ ബാത്റൂമിൽ പോയ നേരം ഞാനെടുത്ത് കൊണ്ടുവന്നതാ. നീ ഇതിനെ വല്ലതും കഴിക്കാൻ കൊടുത്തിട്ട് കൊണ്ടു തന്നാൽ മതി. അപ്പോഴേക്കും മാഷി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് തിരിഞ്ഞു നടന്നു. ഇവളുടെ വിശപ്പ് മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ എടുത്ത് നടന്നു പോകുന്ന ആ രൂപത്തെ ജുനൈസ് അന്ന് ജനലിലൂടെ നോക്കി നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ജുനൈസിനും മനസ്സിലായി മോൾക്കിപ്പോൾ ഉമ്മ എന്നൊരു അറ്റാച്ച്മെൻറ്റ് മാഷിത്തയോട് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോഴേക്കാളേറെ ഈ സമയം അവൾക്ക് വേണ്ടത് ഉമ്മയെ തന്നെയാണ്. ഇപ്പോൾ മിക്ക സമയവും അവൾ മാഷിതയ്ക്ക് ഒപ്പം തന്നെയാണ്. അന്ന് വീണ്ടും 2 ദിനരാത്രങ്ങൾ കൂടി കഴിഞ്ഞു പോയി. മക്കൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. 2 മക്കൾക്കും പാലൂട്ടുന്നത് കൊണ്ട് തന്നെ മാഷി നല്ലതുപോലെ തന്നെ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. മോൾക്ക് പാല് കൊടുക്കുന്ന കാര്യം അവൾ സുഹേലയോടും പറഞ്ഞിരുന്നു. പറയണമെന്ന് കരുതിയില്ലെങ്കിലും ഒരിക്കൽ അവരവിടെ വന്നപ്പോൾ അവരറിയാതെ പിടിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ചുമ്മാതല്ല ഇവളെ നിന്നെ വിട്ടു പോകാതെ നിൽക്കുന്നത്. ഇവളെ ഒന്ന് അടുപ്പിക്കാൻ ഇതല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു സുഹേലത്ത. അല്ലെങ്കിലും ഇത്രയും ചെറിയ മക്കൾ ഇതുവരെ കാണാത്ത ഇടപെടാത്ത ഒരാളോട് അടുപ്പം കാണിക്കുമോ? എന്തു പറഞ്ഞാലും ഈ ചെയ്തത് വലിയ കാര്യമാണ് മാഷി. ഉമ്മയില്ലാത്തൊരു കുഞ്ഞിനെ ഉമ്മയാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനൊപ്പം 2 മക്കൾക്കൊപ്പം പാലൂട്ടുണ്ടെന്നും അന്ന് മാഷിയെ അവൾ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ സുഹൈലയുടെ നിർബന്ധം കാരണമാണ് പാലുകൂടി നിർത്താമെന്ന് തീരുമാനിച്ചതും. അത്രയും ക്ഷീണിച്ചിരുന്നു മാഷി. ആദ്യം മോൻ്റേത് നിർത്തി. അതിന് വലിയ പാടൊന്നും തോന്നിയില്ല അവൾക്ക്. പക്ഷെ മോളുടെ കാര്യത്തിൽ നല്ല പാടുപെട്ടുപോയി അവൾ. എന്തൊക്കെ ചെയ്തിട്ടും രാത്രി ഉറങ്ങണമെങ്കിൽ അവൾക്ക് പാല് വേണം. പകൽ മാത്രമാണ് ജുനൈസിൻ്റെ കൂടെ നിൽക്കുന്നത്. രാത്രി എത്ര വൈകിയാലും മാഷിക്ക് ഒപ്പമേ അവൾ ഉറങ്ങൂ. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മുന്നേ അവൻ അവളെ മാഷിയുടെ വീട്ടിലെത്തിക്കും. ഉമ്മയാണ് എന്നും മോളെയും കൊണ്ട് പോകാറ്. കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തിരികെ വരുന്നത്. അന്നത്തെ രാത്രി മാഷിയുടെ വീട്ടിൽ നിന്നും മോളുടെ കരച്ചിൽ ഉച്ചത്തിൽ കേട്ടു തുടങ്ങി. പകൽ പാല് കൊടുക്കാതെ ആവുന്നത് നോക്കി മാഷി. പക്ഷേ രാത്രി അവൾക്ക് പാല് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയ കരച്ചിലും ബഹളവും കാരണം മക്കൾ 2 മാഷിക്കൊപ്പം മെരിപ്പാണ്. ഇവളുടെ കരച്ചിൽ താരാട്ടാണെന്ന് വെച്ച് കേട്ട് മുടച്ചിട്ടെന്ന പോലെ മോൻ താഴെ പാഴയിൽ കിടന്നുറങ്ങി. ജുനൈസും കേൾക്കുന്നുണ്ട് കരച്ചിൽ. അത് ആരുടെയാണെന്ന് വ്യക്തമല്ല. വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വയ്യാതെ ആയോ എന്ന് സംശയിച്ച് അവനെന്ന് വേഗം മാഷിയുടെ വീട്ടിലേക്ക് നടന്നു. ഇപ്പോൾ വ്യക്തമായി കേൾക്കാം മോളുടെ കരച്ചിൽ. പാല് വേണമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പാല് തീർന്നു പോയോ? ഇല്ലെങ്കിൽ ഉമ്മയോടൊന്ന് ചോദിച്ചാൽ പോരെ ഈ പെണ്ണിനെ എന്ന് തോന്നിപ്പോയി ജുനൈസ്. അവൻ വേഗം തന്നെ വീട്ടിലേക്ക് പോയി ഒരു കുപ്പി പാലുമായി തിരിച്ചു വന്നു. ഒട്ടും അമാന്തിക്കാതെ അവൻ ബെല്ലടിച്ചു വാതിൽ നിന്നും ഇറങ്ങി നിന്നു. മക്കൾ ജനൽ വഴി നോക്കി ജുമിയുടെ ഉപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനൽ തുറന്നു. ജനൽ വഴി പാല് മോളുടെ കയ്യിൽ കൊടുത്തു. പാല് തരുന്നെങ്കിൽ അപ്പുറത്ത് ഉമ്മയോട് ചോദിച്ചാൽ പോരായിരുന്നു എന്ന് കൂടി ചോദിച്ചപ്പോൾ മോന് ചിരിച്ചു. ഈ പാലല്ല, എൻ്റെ ഉമ്മച്ചി പാലുകൂടി മുത്തത്തൻ്റെ പാല് കൂടി നിർത്തിയതിൻ്റെ കരച്ചിലാ. ഉമ്മച്ചി 2 പേർക്കും കൂടി പാല് കൊടുത്തിട്ട് ക്ഷീണിച്ച് വയ്യാണ്ടായതുകൊണ്ട് സുഹൈലമ്മി ഉമ്മച്ചിയെ വഴക്ക് പറഞ്ഞു. 2 വയസ്സായതുകൊണ്ട് ഇനി പാല് കൊടുക്കണ്ടെന്ന്. ഞങ്ങളെ മോനി കുഞ്ഞാവ് പാലുകൂടി നിർത്തിയിട്ടും കരഞ്ഞില്ല. ഇവളെ നല്ല ബഹളാ. ഉമ്മച്ചി തൊട്ടിലിൽ കിടത്താൻ പോയിരിക്കുക. മോള് വിശദമായി തന്നെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. വീട്ടിലെ സംസാരങ്ങൾ ഒപ്പിയെടുത്ത് അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് വെറുതെ ആയില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി. ജുനൈസ് ഒക്കെയും കേട്ട് നിന്ന നിൽപ്പിൽ അനങ്ങാൻ പോലും ആവാതെ തറഞ്ഞു നിൽക്കുന്നുണ്ട്. കൈ ചുരുട്ടി ഉള്ളിൽ നിന്ന് വരുന്ന വേദനയെ ശമിപ്പിക്കാൻ അവൻ്റെ ചുണ്ടുകളിലേക്ക് തട്ടിക്കൊണ്ടിരുന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. ഒരു ചുവട് വെക്കുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
റൂമിലെത്തി അവൻ വേഗം ഉളുവെടുത്ത് നിസ്കാരത്തിനായി നിന്നു. പഠിച്ചവനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞ് അവൻ 2 കൈകളും ഉയർത്തി അവൻ റബ്ബിനോട് നന്ദി പറഞ്ഞു. ശേഷം തൻ്റെ മകൾക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചവൾക്ക് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞു. അവൾക്കും മക്കൾക്കും വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്കും സന്തോഷങ്ങൾക്കും വേണ്ടി അവൻ ഒരുപാട് നേരം അന്ന് പ്രാർത്ഥിച്ചു. അവസാനം ആ കുടുംബത്തിന് വേണ്ടി മരണം വരെ താങ്ങായി നിൽക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞ് അവൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. അന്ന് തൊട്ട് ഇന്നോളം അവളെന്നൊരാളുടെ ബഹുമാനമാണവന്. അവൾക്കും മക്കൾക്കും എന്താവശ്യങ്ങൾക്കും അവനോട് ഓടിയെത്തും. ഓരോ ഉയർച്ചയിലും അവനെ കൊണ്ടാവും പോലെ അവൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ 5 കൊല്ലങ്ങൾ കഴിയുമ്പോൾ അവളൊരു നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവളുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ സേഫായിട്ടുണ്ട്. ഇനി തനിക്ക് അവളെ വേണം. അവളെ മാത്രമല്ല 4 മക്കളെയും ഒപ്പം വേണം. അതിനു വേണ്ടി ഇപ്പോഴേ അകൽച്ച വേണം. അവൾക്ക് തന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ എന്നറിയണം. മക്കളെ വീട്ടിൽ തിരികെ ആക്കിക്കൊടുത്ത് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളും കണ്ടിരുന്നു അവനെ. എന്തേ പെട്ടെന്നൊരു അകൽച്ച? ഹൃദയത്തിൻ്റെ ഒരു സൂചി കുത്തിയതുപോലെ അവളിൽ ഒരു വേദന പടർന്നു കയറി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.